പ്രഭാഷണത്തിന് വേണ്ടി സുഹൈലിനെ ക്ഷണിക്കും. السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألم تروا أن الله سخر لكم ما في السماوات وما في الأرض وأسبغ عليكم نعمه ظاهرة وباطنة ومن الناس من يجادل في الله بغير علم ولا هدى ولا كتاب منير. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أم حسبتم أن تدخلوا الجنة فلما يعلم الله الذين جاهدوا منكم ويعلم الصابرين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل لن يصيبنا إلا ما كتب الله لنا هو مولانا وعلى الله فليتوكل المؤمنون. സ്നേഹാദരണീയരായ വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, കേരളീയ മുസ്ലിങ്ങൾക്കിടയിൽ തൗഹീദിന്റെ യഥാർത്ഥമായ വിത്തുപാകിയ ഒരു മഹാ ആദർശ പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന ക്യാമ്പയിന്റെ ഭാഗമായി നടത്തപ്പെടുന്ന ഒരു ഇസ്ലാഹി പ്രഭാഷണത്തിലാണ് നമ്മളേവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നത്.
മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങളും ഒരുപാട് നേട്ടങ്ങളും ഒരുപാട് പ്രത്യേകതകളും കരസ്ഥമാക്കിയ മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുത്ത, അല്ലാഹു പ്രത്യേകമാക്കിയ ഒരു ജന്തുവർഗമാണ്. മറ്റിതര ജന്തുവർഗങ്ങളിൽ നിന്നും മറ്റിതര ജീവികളിൽ നിന്നുമെല്ലാം മനുഷ്യനെ അല്ലാഹു പ്രത്യേകമാക്കുകയും മനുഷ്യന് അല്ലാഹു ഒരുപാട് നിഅമത്തുകൾ നൽകുകയും മനുഷ്യനെ അല്ലാഹു അനുഗ്രഹിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വിശുദ്ധ ഖുർആനിന്റെ സാക്ഷ്യമാണ്. മറ്റുള്ള ജന്തുക്കൾക്കില്ലാത്ത, മറ്റുള്ള ഇതര ജീവജാലങ്ങൾക്കില്ലാത്ത പല കഴിവുകളും പല സവിശേഷതകളും അവന്റെ ചിന്താശക്തിയും അതുപോലെ തന്നെ അവന്റെ ലോകത്തെ കീഴടക്കാനുള്ള മനുഷ്യന്റെ കഴിവുമെല്ലാം അല്ലാഹു മനുഷ്യനായി പ്രധാനപ്പെട്ട് മനുഷ്യന് മാത്രമായി നൽകിയ ചില പ്രത്യേകമായ കഴിവുകളാണ്. വിശുദ്ധ ഖുർആൻ അത് സംബന്ധമായി അല്ലാഹു നമ്മൾ പറയുന്നത് നോക്കൂ. വലഖദ് കറംനാ ബനീ ആദമ വഹമൽനാഹും ഫിൽ ബർരി والبحر ورزقناهم من الطيبات ولقد كرمنا بني آدم. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പ്രഖ്യാപിക്കുന്ന ഒരു പ്രഖ്യാപനം അതാണ്. മനുഷ്യ വിഭാഗത്തെ, ആദമിന്റെ സന്തതികൾ അല്ലാഹു ബഹുമാനിച്ചിരിക്കുന്നു, അല്ലാഹു അവരെ ആദരിച്ചിരിക്കുന്നു. മറ്റുള്ള ജന്തുവർഗങ്ങൾക്കൊന്നുമില്ലാത്ത, മറ്റുള്ള ജീവജാലങ്ങൾക്കൊന്നുമില്ലാത്ത ചില പ്രത്യേകതകൾ നൽകി അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യകുലത്തെ അല്ലാഹു ബഹുമാനിച്ചു, അല്ലാഹു ആദരിച്ചു. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഒരുപാട് സൗഭാഗ്യങ്ങൾ നേടുവാനും ഒരുപാട് അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് കരസ്ഥമാക്കുവാനും ലോകത്തെ മനുഷ്യർക്ക് കഴിഞ്ഞു എന്നുള്ളത് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ച കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് റബ്ബ് നൽകിയ അനുഗ്രഹങ്ങളെ ഏതൊരു മനുഷ്യനും മണ്ണിത്തിട്ടപ്പെടുത്താൻ സാധ്യമല്ല എന്ന് വിശുദ്ധ ഖുർആൻ ആധികാരികമായി നമ്മളെ പഠിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വഇൻ തഉദ്ദൂ നിഅമതല്ലാഹി ലാ തുഹ്സൂഹാ ഇന്നൽ ഇൻസാനു ലളൂമുൻ കഫാർ. വഇൻ തഉദ്ദൂ നിഅമതല്ലാഹി ലാ തുഹ്സൂഹാ. മനുഷ്യ, നിനക്ക് അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങളെ നീ എണ്ണിത്തിട്ടപ്പെടുത്താൻ നീ ശ്രമിച്ചാൽ, നീ ഒന്ന് കൗണ്ട് ചെയ്തു നോക്കാൻ നീ ശ്രമിച്ചാൽ, നീ ഒന്ന് അളന്നു നോക്കാൻ വേണ്ടി ശ്രമിച്ചാൽ, ലാ തുഹ്സൂഹാ, മനുഷ്യ നിനക്കൊരിക്കലും അതിന് സാധ്യമല്ല. ആഴിയുടെ അടിത്തട്ടിലുള്ള മത്സ്യങ്ങളെ എണ്ണാൻ നിന്റെ ജീവിതകാലം മുഴുവൻ നിനക്ക് മതിയാകാത്തതുപോലെ, അതല്ലെങ്കിൽ കടൽ തീരത്ത് അടിഞ്ഞു കിടക്കുന്ന അവിടെയുള്ള ആയിരക്കണക്കിന് വരുന്ന മണൽത്തരികളെ എണ്ണാൻ നിന്റെ ജീവിതത്തിൽ നിനക്ക് സാധിക്കാത്തതുപോലെ മനുഷ്യ, അല്ലാഹു നിന്റെ ജീവിതത്തിൽ നിനക്ക് നൽകിയ അനുഗ്രഹങ്ങളെ എണ്ണി തിട്ടപ്പെടുത്താൻ മനുഷ്യ നിനക്ക് സാധ്യമല്ല. നോക്കൂ, അത്തരത്തിലുള്ള അനുഗ്രഹങ്ങളുടെ ഉടമകളാണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ. ജനിച്ചു വീണത് മുതൽ അവന്റെ മരണം വരെയുള്ള ജീവിതത്തിന്റെ സകല മേഖലകളിലും അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങളും റബ്ബ് നൽകിയ ഫദ്ലുകളും ജീവിതത്തിൽ ഉപയോഗിച്ച് ആസ്വദിച്ച് ജീവിക്കുന്ന മനുഷ്യനിൽ നിന്ന് അല്ലാഹുവിന് ചിലതൊക്കെ നേടാനുണ്ട്, അവനിൽ നിന്ന് അല്ലാഹുവിന് ചിലതൊക്കെ മനസ്സിലാക്കാനുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. അല്ലാഹു മനുഷ്യന് കീഴൊതുക്കിയ, മനുഷ്യന് കീഴടക്കി തന്ന ലോകത്തുള്ള സർവ്വചരാചരങ്ങൾ, ലോകത്തുള്ള സർവ്വ ഭൂഗോളങ്ങളും അതുപോലെ തന്നെ ലോകത്തുള്ള മറ്റുള്ള ഏത് ജന്തുജാലങ്ങളാകട്ടെ, മറ്റുള്ള ഏത് വസ്തുക്കളാകട്ടെ, അതെല്ലാം തന്നെ മനുഷ്യന്റെ ഈ ഒരു ബുദ്ധിയിൽ നിന്ന് ഈ ഒരു ചെറിയ ഒരു ജന്തുവായ മനുഷ്യന് എല്ലാത്തിനെയും അടക്കി ഭരിക്കാനുള്ള യഥാർത്ഥമായ ഒരു അധികാരവും യഥാർത്ഥമായ ഒരു കഴിവും അല്ലാഹു മനുഷ്യന് നൽകിയ ഒരു പ്രത്യേകമായ അനുഗ്രഹമായി അല്ലാഹു നമ്മളെ പഠിപ്പിക്കുകയാണ്. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറയുന്നു, അലം തറൗ അന്നല്ലാഹ സഖറ ലക്കും മാ ഫിൽ അർദ് മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് നൽകിയ അനുഗ്രഹങ്ങൾ എടുത്തു പറയുകയാണ്. അന്നല്ലാഹ സഖറ ലക്കും, അല്ലാഹു മനുഷ്യന് കീഴൊതുക്കി കൊടുത്തു, കീഴ്പ്പെടുത്തി കൊടുത്തു. മാ ഫിസ് സമാവാതി, ആകാശഭൂമികളിലുള്ളതിനെ അല്ലാഹു മനുഷ്യന് കീഴൊതുക്കി കൊടുത്തു. വഅസ്ബഅ അലൈക്കും നിഅമഹു ളാഹിറൻ വബാതിന, പ്രത്യക്ഷവും പരോക്ഷവുമായ
എല്ലാ നന്മകളും അല്ലാഹു മനുഷ്യന് നിറവേറ്റി കൊടുത്തു. മനുഷ്യൻ അല്ലാഹു ചെയ്തു കൊടുത്തു. ഇങ്ങനെയൊക്കെ മനുഷ്യന് ചെയ്തു കൊടുത്ത ആ ലോകത്തിന്റെ നേതാവ്, ലോകത്തിന്റെ സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല, ആ സൃഷ്ടാവിനെ നമ്മളിൽ നിന്ന് ചിലതൊക്കെ അറിയാനുണ്ട്. കേവലം നമ്മൾ വെറുതെ അങ്ങ് സൃഷ്ടിച്ചതല്ല, കേവലം മനുഷ്യനെ അല്ലാഹു വെറുതെ അങ്ങ് ജീവിക്കാൻ വേണ്ടി വിട്ടേക്കുന്നതല്ല, മറിച്ച് അല്ലാഹുവിന് ചിലതൊക്കെ നമ്മളിൽ നിന്ന് അറിയാനുണ്ട്. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറയുന്ന ഒരു വാചകമുണ്ട്, വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും ലാ തഅലമൂന ശൈആ വജഅല ലകുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ ലഅല്ലകും തശ്കുറൂൻ. വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും, നിങ്ങളുടെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവരുമ്പോൾ ലാ തഅലമൂന ശൈആ, നിങ്ങൾക്കൊന്നും തന്നെ അറിയില്ലായിരുന്നു. വെറുതെ കരയാൻ മാത്രം അറിയുന്ന ഒരു മാംസപിണ്ഡമായിരുന്നു മനുഷ്യ നീ. എന്നിട്ട് അല്ലാഹു പറയുകയാണ്, വജഅല ലകുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ, എന്നിട്ട് നിനക്കല്ല കാഴ്ച നൽകി, നിനക്കല്ല കേൾവി ശക്തി നൽകി, നിനക്കല്ല ചിന്തിക്കാനുള്ള മനസ്സ് നിന്റെ റബ്ബ് നിനക്ക് നൽകി. ഇതൊക്കെ നിന്റെ റബ്ബ് നൽകിയത് എന്തിനാണ്? അല്ലാഹു അവസാനമായി പറയുന്ന വാചകം, ലഅല്ലകും തശ്കുറൂൻ. മനുഷ്യ, നീ അല്ലാഹുക്ക് നന്ദി ചെയ്യാനാണ് അല്ലാഹു ഇതൊക്കെ ചെയ്തു തന്നത്. ജീവിതത്തിൽ ഇത്രയൊക്കെ അനുഗ്രഹം നിന്റെ റബ്ബ് നിന്റെ ജീവിതത്തിൽ ചെയ്തു തന്നത് നീ ആ റബ്ബിന് നന്ദി ചെയ്യാനാണ് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുകയാണ്. നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തി ജീവിതം നമ്മൾ എടുത്തു നോക്കൂ. നമ്മുടെ ആരുടെയും കഴിവ് കൊണ്ടോ നമ്മളുടെ ആരുടെയും സാമർത്ഥ്യം കൊണ്ടോ അല്ല നമ്മൾക്ക് ഇത്തരത്തിലുള്ള ഒരു നിലയിലെത്താൻ സാധിച്ചത്. മറിച്ച് അല്ലാഹു നമ്മളെ ജനിക്കുമ്പോൾ മുതൽ അവന്റെ എല്ലാ സവിശേഷതകളും ഇണങ്ങിയ ഒരു യഥാർത്ഥമായ മനുഷ്യനാക്കി അല്ലാഹു നമ്മളെ സൃഷ്ടിച്ചു തന്നു. നമ്മൾക്കുള്ള കാലുകളും നമുക്കുള്ള കൈകളും നമുക്ക് ലോകത്തിൽ ശ്രദ്ധിക്കുവാനും പഠിക്കുവാനുമുള്ള സകല കഴിവുകളും ആ സൃഷ്ടാവ് മനുഷ്യന് നൽകി. അങ്ങനെ നൽകിയ സൃഷ്ടാവിനോട് നന്ദി കാണിക്കുക എന്നുള്ളത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കടപ്പെട്ട കാര്യമായി വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു നമ്മളെ പഠിപ്പിക്കുകയാണ്. നമുക്കറിയാം, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്ന അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ, പ്രവാചകന്റെ പള്ളിയിൽ വരുന്ന ഒരു സംഭവം മഹാനായ ബിലാൽ ഇബ്നു റവാഹ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന്റെ പള്ളിയിലെ മുഅദ്ദിനാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ബാങ്ക് വിളിക്കാരനാണ് മഹാനായ ബിലാൽ ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു. ആ ബിലാൽ ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ പള്ളിയിലേക്ക് വരികയാണ്. സുബഹി ബാങ്ക് കൊടുക്കാൻ റസൂലുള്ളാഹിയുടെ പള്ളിയിലേക്ക് വരുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കുകയാണ്. ആ നമസ്കാരമാകട്ടെ റസൂല് നിന്ന് നമസ്കരിച്ചിട്ട് റസൂലിന്റെ കാലിൽ നീര് കെട്ടുമാറി റസൂൽ നിന്ന് നിസ്കരിക്കുകയാണ്. റസൂല് കരയുകയാണ്. റസൂലിന്റെ കണ്ണിൽ നിന്നതാ ഒരു പിഞ്ചു പൈതൽ കരയുന്നത് പോലെ റസൂല് കരഞ്ഞിട്ട് റസൂലിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ധാരധാരയായി ഇങ്ങനെ ഒഴുകിയിട്ട് റസൂലിന്റെ താടിരോമങ്ങളിലൂടെ കണ്ണുനീര് ഒഴുകിയിട്ട് റസൂലിന്റെ ജുബ്ബത്തുണിയിലൂടെ കണ്ണുനീരിങ്ങനെ നിലത്തേക്ക് വാർന്നൊലിക്കുന്നത് കണ്ടപ്പോ മഹാനായ ബിലാൽ ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു, ആ ബിലാൽ ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സൽപ്പം ഒന്ന് വേദനിച്ചു പോയി. മനസ്സിൽ ഇത്രയധികം സ്നേഹത്തോടെ കൊണ്ടു നടക്കുന്ന ഹബീബിന്റെ കാലൊന്ന് കണ്ടപ്പോ ഇത്രയും തടിച്ചിട്ട് കാല് പൊട്ടാറാകും വിധം അല്ലാഹുവിന്റെ റസൂൽ നമസ്കരിക്കുന്നത് കണ്ടപ്പോ മഹാനായ ബിലാൽ ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു, ആ ബിലാൽ ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായ എല്ലാ പാപങ്ങളും അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തന്നതല്ലേ റസൂലേ? പിന്നെ എന്തിനാണ് റസൂലേ ഇത്രത്തോളം പ്രയാസപ്പെട്ടിട്ട് ഇത്രത്തോളം ബുദ്ധിമുട്ടിയിട്ട് എന്തിനാണ് റസൂലേ അങ്ങെന്തിനാണ് ഇങ്ങനെ നമസ്കരിക്കുന്നത്? അങ്ങെന്തിനാണ് ഇങ്ങനെ ഇബാദത്ത് എടുക്കുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ബിലാൽ ഇബ്നു റവാഹ ചോദിക്കുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ കണ്ണുനീര് തുടച്ചുകൊണ്ട് ബിലാലിന്റെ നേരെ ചൂണ്ടിയിട്ട് ബിലാലിനോട് പറഞ്ഞൊരു വാചകമുണ്ട്, ബിലാലേ അഫലാ അകൂന അബ്ദൻ ശകൂറാ, ബിലാലേ ഞാനൊരു നന്ദിയുള്ള അടിമയാകേണ്ട ബിലാലേ, ജീവിതത്തിൽ ഈ അനുഗ്രഹങ്ങളൊക്കെ എനിക്ക് നൽകി
നൽകിയ എന്റെ സൃഷ്ടാവിനെ, എന്റെ ഈ ജീവിതത്തിലുള്ള ഇത്തരം സൗഭാഗ്യങ്ങളൊക്കെ നൽകിയ എന്റെ റബ്ബിനെ, ആ റബ്ബിന് നന്ദി ചെയ്യാൻ ഞാൻ കടപ്പെട്ടവനല്ലേ ബിലാലേ. അഫലാ അകൂന അബ്ദൻ ശകൂറാ, അതുകൊണ്ട് എന്റെ റബ്ബിന് ഞാനൊന്ന് നന്ദി കാണിച്ചോട്ടെ ബിലാലേ എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബിലാൽ ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്. നോക്കൂ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏത് പ്രവാചകനായി ഇങ്ങനെ പറയുന്നത്? ത്വായിഫിൽ നിന്ന് നേരെ കിട്ടിയ പ്രവാചകൻ, ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച പ്രവാചകനാണ്. ഖന്തക്കിന്റെ കിടങ്ങ് വീറുമ്പോ അല്ലാഹുവിന്റെ റസൂലിന് ഒരിറ്റ് ഭക്ഷണം പോലും കഴിക്കാൻ കഴിയാതെ, ഒരിറ്റ് വെള്ളം പോലും കുടിക്കാൻ കഴിയാതെ, ഒന്നും കിട്ടാതെ പ്രയാസപ്പെട്ടുകൊണ്ട് മാസങ്ങളോളം പച്ചിലകൾ കഴിച്ചിട്ട് അത് പ്രയാസപ്പെട്ട് ജീവിച്ച അല്ലാഹുവിന്റെ റസൂൽ, ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പറയുന്നത്, അഫലാ അകൂന അബ്ദൻ ശകൂറാ, ബിലാലേ ഞാനൊരു നന്ദിയുള്ള അടിമയാകണ്ടേ ബിലാലേ. നോക്കൂ സഹോദര, ജീവിതത്തിൽ എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് നമുക്കുള്ളത്. ജീവിതത്തിൽ എവിടെയാണ് നമ്മൾ പട്ടിണി അനുഭവിച്ചത്? ജീവിതത്തിൽ എവിടെയാണ് നമ്മൾ പ്രയാസം അനുഭവിച്ചത്? ജീവിതത്തിൽ എപ്പോഴാണ് നമ്മുടെ ജീവിതം വല്ലാത്ത ബുദ്ധിമുട്ടിയിലായി പോയത്? അങ്ങനെയൊന്നും ചെയ്യാത്ത നമ്മളുടെ ഒക്കെ ജീവിതത്തിൽ ഈ റബ്ബിനോട് ചെയ്യേണ്ട കടമ നമുക്ക് ബാക്കിയില്ലേ? അള്ളാഹുവോട് നന്മ ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്കില്ലേ? അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് നന്ദി ചെയ്യുന്ന അടിമകളായി മാറാനാണ് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു നമ്മളെ പഠിപ്പിക്കുന്നത്. ഇനി എങ്ങനെ അല്ലാഹുവിന് നമുക്ക് നന്ദി ചെയ്യണം? ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഏറുന്നവനാണ്, അതുകൊണ്ട് നടക്കുന്നവനാണ് മനുഷ്യൻ. ജീവിതത്തിന്റെ ഏതൊരു മേഖല എടുത്ത് പരിശോധിച്ചാലും, അവന്റെ കുടുംബ ജീവിതത്തിലും അവന്റെ വ്യക്തി ജീവിതത്തിലും അവന്റെ മറ്റുള്ള ഏത് ജീവിത മേഖലകളുണ്ടോ ആ മേഖലകളിലെല്ലാം ഒരുപാട് പ്രയാസമാണ് മനുഷ്യന്. വ്യക്തി ജീവിതത്തിൽ അവൻ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നു, കുടുംബ ജീവിതത്തിൽ അവനക്കുള്ള പ്രയാസം, കച്ചവടത്തിലുള്ള അവന്റെ പ്രയാസം, ഈ പ്രയാസങ്ങളെല്ലാം ജീവിതത്തിൽ ഏറി നടക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ അള്ളാഹുവിന്റെ ആ ഒരു വിളിക്കുത്തരം നൽകി എങ്ങനെ നമുക്ക് നന്ദി ചെയ്യാൻ കഴിയും? പലപ്പോഴും നമുക്ക് നമ്മുടെ മനസ്സുകൊണ്ട് നമുക്ക് തോന്നിപ്പോകാറുണ്ട്, ജീവിതത്തിൽ ഇത്രയൊക്കെ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഏറാൻ ഞാൻ എന്ത് ബുദ്ധിമുട്ട് ചെയ്തു നാഥാ, ഞാൻ അതെന്ത് പ്രതികാരമാണ് റഹ്മാനെ നിന്നോട് ചെയ്തത് എന്ന് നമ്മൾ പലപ്പോഴും ചോദിച്ചു പോകാറുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മുഅ്മിനിനോട് പറയുന്ന ചില വാചകങ്ങളുണ്ട്. ഒരു മുഅ്മിനിന്റെ ജീവിതത്തിൽ അവൻ നമസ്കരിക്കുകയും അവൻ നോമ്പെടുക്കുകയും അവൻ സകാത്ത് കൊടുക്കുകയും അവൻ സകല സൗഭാഗ്യങ്ങളും നിറഞ്ഞ ജീവിതത്തിൽ അവനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മുസ്ലിമിനെ അല്ലാഹു പറയുന്ന ചില വാചകമുണ്ട്. അല്ലാഹു അവനോട് പറയുകയാണ്, വലനബിലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസ് വസ്സമറാത്തി വബശ്ശിരിസ് സ്വാബിരീൻ. ഓ മുഅ്മിനേ, ഓ മുസ്ലിമേ, അല്ലാഹു നിന്നോട് പറയുകയാണ്, വലനബിലുവന്നകും നാം നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും, ബിശൈഇൻ മിനൽ ഖൗഫി ജീവിതത്തിൽ ഭയം നൽകി അല്ലാഹു പരീക്ഷിക്കും, വൽ ജൂഇ ജീവിതത്തിൽ പട്ടിണി നൽകി അല്ലാഹു പരീക്ഷിക്കും, വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസ് സാമ്പത്തിക നഷ്ടം മുഖേന ശാരീരിക നഷ്ടം മുഖേന അല്ലാഹു പരീക്ഷിക്കും. എന്തിനാണ് റബ്ബ് പരീക്ഷിക്കുന്നത്? വബശ്ശിരിസ് സ്വാബിരീൻ, ആരാണോ ക്ഷമിക്കുന്നത്, അള്ളാഹ് ഇത്രയൊക്കെ ജീവിതത്തിൽ പരീക്ഷിക്കുമ്പോ ക്ഷമിക്കാനുള്ള ഒരു മനസ്സാരാണോ കരസ്ഥമാക്കുന്നത് അവനിക്ക് അള്ളാഹുവിന്റെ സന്തോഷ വാർത്ത അറിയിക്കാൻ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ജീവിതത്തിൽ ബുദ്ധിമുട്ടില്ലാത്ത ഒരു ജീവിതം അതെനിക്കുണ്ടാകും എന്നൊരു മുസ്ലിമും കരുതേണ്ടതില്ല. കാരണം എന്തുകൊണ്ട്? നമ്മളെക്കാളും മഹത്തരമായ ആളുകളായിരുന്നു, മഹത്തുക്കളായിരുന്നല്ലോ പ്രവാചകന്മാർ. ആ പ്രവാചകന്മാരിൽ ഏറ്റവും മഹത്തുക്കളാണ് ഏറ്റവും അധികം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്നത്. അതിന്റെ അർത്ഥം നമ്മുടെ ഒക്കെ ജീവിതത്തിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമെന്നാണ്. ഈ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ജീവിതത്തിൽ ഉണ്ടാകുമ്പോ നമ്മുടെ മനസ്സിനെ ഏതൊരു രീതിയിൽ നമ്മൾ പാകപ്പെടുത്തിയെടുക്കും? മനസ്സ് വല്ലാത്ത പ്രയാസപ്പെടുമ്പോ, മനസ്സിനെ പിടിച്ചു കിട്ടാത്ത ഒരവസ്ഥ വരുമ്പോ ഏത് രീതിയിൽ നമ്മൾ ആ മനസ്സിനെ പാകപ്പെടുത്തി എടുക്കണം? അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോന്നായി അല്ലാഹു നമ്മളെ പഠിപ്പിച്ചു തരികയാണ്. പലപ്പോഴും നമ്മൾ കരുതും പ്രയാസങ്ങളില്ലാത്ത ഒരു ജീവിതം മുഖേന, ബുദ്ധിമുട്ടില്ലാത്ത ഒരു ജീവിതം മുഖേന സ്വർഗത്തിലും എത്തിയിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യനോട് അല്ലാഹു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അം ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്ന
ഫലമ്മാ യഅലമില്ലാഹുല്ലദീന ജാഹദൂ മിൻകും വയഅലമസ്സാബിരീൻ അം ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്ന. ഓ മനുഷ്യ, സ്വർഗ്ഗത്തിലേക്ക് എളുപ്പത്തിൽ കടന്നു കളയാമെന്ന് നീ വിചാരിക്കുന്നുവോ? ഫലമ്മാ യഅലമില്ലാഹുല്ലദീന ജാഹദൂ മിൻകും, നിങ്ങളിൽ ആരൊക്കെയാണ് പ്രയാസപ്പെടുന്നത്, നിങ്ങളിൽ ആരൊക്കെയാണ് ബുദ്ധിമുട്ട് സഹിക്കുന്നത്, നിങ്ങളിൽ ആരൊക്കെയാണ് ജിഹാദ് നടത്തുന്നത് എന്ന് അല്ലാഹുവിനറിയാതെ നിങ്ങൾ ഒരാളും സ്വർഗ്ഗത്തിലേക്ക് എളുപ്പത്തിൽ കടന്നു കളയാൻ സാധ്യമല്ല. അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ നമ്മളെ പറഞ്ഞു തരികയാണ്, ജീവിതത്തിൽ പ്രയാസങ്ങളില്ലാതെ, ജീവിതത്തിൽ പട്ടിണിയില്ലാതെ, ജീവിതത്തിൽ മക്കളിൽ നിന്നുള്ള ഉപദ്രവങ്ങളില്ലാതെ, ഭാര്യയിൽ നിന്നുള്ള ഉപദ്രവങ്ങളില്ലാതെ, നാട്ടുകാരുടെ പ്രയാസപ്പെടുത്തലുകളില്ലാതെ, ഒന്നുമില്ലാതെ സുഖ സൗകര്യങ്ങളോടുകൂടെയുള്ള ഒരു ജീവിതത്തിലൂടെ നിനക്ക് സ്വർഗപ്രവേശനം അത് സാധ്യമേയല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിച്ചു തരികയാണ്. അതാണല്ലോ പ്രവാചകന്മാരുടെ എല്ലാം ജീവിതം നമുക്ക് നൽകുന്ന പാഠം. ഏത് പ്രവാചകനാണ് പ്രയാസം അനുഭവിക്കാത്ത ജീവിതമുള്ളത്? ഏത് പ്രവാചകനാണ് ബുദ്ധിമുട്ടില്ലാത്ത ജീവിതം നയിച്ചത്? ഏത് പ്രവാചകനാണ് സുഖ സൗകര്യങ്ങളോടുകൂടെയുള്ള ജീവിതം നയിച്ചത്? അതുകൊണ്ട് പ്രവാചകന്മാരുടെ ഈ ഒരു ജീവിതം നമുക്ക് നൽകുന്ന പാഠം എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമെന്നാണ്. നമുക്കറിയാം മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. ആ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും അനുഭവിച്ച ഒരു പ്രവാചകനായി വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. എന്നിട്ട് ആ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനയതാ വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വഅയ്യൂബ ഇദ് നാദാ റബ്ബഹു അന്നീ മസ്സനിയൽ-ളുർറു വഅൻത അർഹമുർ റാഹിമീൻ. വഅയ്യൂബ ഇദ് നാദാ റബ്ബഹു, അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ രക്ഷിതാവിനോട് പ്രാർത്ഥിച്ച സന്ദർഭം അതാ വിശുദ്ധ ഖുർആൻ എടുത്തു കൊടുക്കുകയാണ്. എന്നിട്ട് അല്ലാഹു പറയുന്നു, അന്നീ മസ്സനിയൽ-ളുർറു വഅൻത അർഹമുർ റാഹിമീൻ. അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അതാ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്, അന്നീ മസ്സനിയൽ-ളുർറു വഅൻത അർഹമുർ റാഹിമീൻ. അല്ലാഹുവേ, എന്റെ ജീവിതത്തിൽ പ്രയാസം ബാധിച്ചു നാഥാ, എന്റെ ജീവിതത്തിൽ ബുദ്ധിമുട്ട് ബാധിച്ചു നാഥാ, ഇത്രയധികം പ്രയാസങ്ങൾ ഞാൻ പേറിയിട്ടില്ല അല്ലാ, അതുകൊണ്ട് എന്റെ പ്രയാസത്തെ നീ മാറ്റി തരണമേ എന്ന് അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ച പ്രാർത്ഥന വിശുദ്ധ ഖുർആൻ എടുത്തു കൊടുക്കുകയാണ്. എന്തായിരുന്നു അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജീവിതത്തിലെ പ്രയാസം? അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു മാരകമായ രോഗങ്ങൾ കൊണ്ട് അല്ലാഹു പരീക്ഷിച്ചു. ശരീരമാസകലം വ്രണം പൊട്ടി ഒലിച്ച് ദുർഗന്ധം വമിക്കുന്ന ഒരു ശരീരമായി മഹാനായ പ്രവാചകന്റെ ശരീരം മാറിപ്പോയി. നോക്കണം, നമ്മളെ പോലെയുള്ള സാധാരണക്കാരായ ഒരു മനുഷ്യനെയല്ല അല്ലാഹു ഇത്ര പരീക്ഷിക്കുന്നത്. ജീവിതത്തിൽ അല്ലാഹു തെരഞ്ഞെടുത്ത് അല്ലാഹു സെലക്ട് ചെയ്ത് അയക്കുന്ന ഒരു പ്രവാചകന്റെ ജീവിതത്തിലെ ദുരിതങ്ങളും പ്രയാസങ്ങളുമാണ് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറയുന്നത്. അങ്ങനെ ഒരുപാട് കാലം അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു, ഒരുപാട് കാലം റബ്ബിൽ തവക്കുൽ ചെയ്തു. അങ്ങനെ ചെയ്തപ്പോൾ വിശുദ്ധ ഖുർആൻ പറയാണ്, ഫസ്തജബ്നാ ലഹു, അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് നാം ഉത്തരം നൽകി. അദ്ദേഹത്തിന്റെ പ്രയാസത്തിൽ നിന്ന് അല്ലാഹു അദ്ദേഹത്തെ മോചിപ്പിച്ചെടുത്തു. അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന ആളുകളെ അദ്ദേഹത്തിലേക്ക് അല്ലാഹു തിരിച്ചു കൊണ്ടുവന്നു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ആയത്തിന്റെ അവസാനത്തിൽ പറയുന്ന ഒരു വാചകമുണ്ട്, റഹ്മതം മിൻ ഇൻദിനാ വദിക്റാ ലിൽ ആബിദീൻ. എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജീവിതത്തിലെ പ്രയാസങ്ങളെ എടുത്തുദ്ധരിച്ചിട്ട് ആ പ്രയാസങ്ങൾക്ക് അല്ലാഹു നൽകിയ മറുപടി എന്തിനാണ് അല്ലാഹു പറയുന്നത്? വദിക്റാ ലിൽ ആബിദീൻ. അല്ലാഹുവിന്റെ അടിമകൾക്ക് അതിൽ ദൃഷ്ടാന്തമുണ്ട്, അതിൽ ദിക്റുണ്ട്, അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാനുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. എന്ത് പാഠമാണ് നമുക്ക് ഉൾക്കൊള്ളാനുള്ളത്? അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജീവിതത്തിൽ അല്ലാഹു പ്രയാസം നൽകിയിട്ട് ആ പ്രയാസം സഹിച്ചുകൊണ്ട് ആ പ്രവാചകൻ അല്ലാഹുവിനോട് നിരന്തരമായി പ്രാർത്ഥിച്ച ആ സംഭവത്തിൽ നിന്ന് എന്ത് പാഠം നമുക്ക് ഉൾക്കൊള്ളാനുണ്ട് മുസ്ലിമേ? അതിലാണ് നമുക്ക് പാഠം ഉൾക്കൊള്ളാനുള്ളത്. ജീവിതത്തിൽ ഏത് പ്രയാസത്തിൽ അകപ്പെട്ടു പോയാലും, ജീവിതത്തിൽ ഏത് ബുദ്ധിമുട്ടിൽ മനുഷ്യൻ അകപ്പെട്ടു പോയാലും അല്ലാഹുവിനോട് മാത്രം അവൻ പ്രാർത്ഥിക്കുക
എന്നുള്ള ഏകമായ തൗഹീദിന്റെ ഏകമായ യഥാർത്ഥമായ കലിമത്താണ് വിശുദ്ധ ഖുർആൻ ആ ഒരു വചനത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. എത്ര തന്നെ പ്രയാസങ്ങൾ ജീവിതത്തിൽ ഉണ്ടായാലും, എത്ര തന്നെ ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ ഉണ്ടായാലും, മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ മരണം വരെ അല്ലാഹുവിനോട് മാത്രം പ്രാർത്ഥിച്ച ആ പ്രാർത്ഥന അവന്റെ ജീവിതത്തിൽ അവൻ ഉപയോഗപ്പെടുത്തുക, അല്ലാഹു അല്ലാത്തവരോട് അവൻ പ്രാർത്ഥിക്കാതിരിക്കുക എന്ന യഥാർത്ഥമായ തൗഹീദ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു വാചകത്തിലൂടെ അല്ലാഹു നമ്മളെ പഠിപ്പിക്കുകയാണ്. തീർന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഈ ഒരു ജീവിതത്തിൽ നിന്ന് നമുക്ക് നൽകുന്ന പാഠം തീരുന്നില്ല. ജീവിതത്തിലെ ഏത് പ്രയാസങ്ങളിലും അല്ലാഹുവോട് മാത്രം പ്രാർത്ഥിക്കുന്ന ഒരു മുഅ്മിനായി മാറാൻ നമ്മളെ കൊണ്ട് സാധിക്കേണ്ടതുണ്ട്. കാരണം എന്താ? നമ്മൾ അല്ലാഹുവല്ലാത്ത ആരോട് തന്നെ പ്രാർത്ഥിച്ചാലും, നമ്മളല്ലേ അല്ലാഹുവല്ലാത്ത ആരോട് തന്നെ നമ്മുടെ സഹായാർത്ഥനകൾ നീട്ടിയാലും, നമ്മൾ അല്ലാഹുവല്ലാത്ത ആരിലേക്ക് തന്നെ നമ്മൾ പോയാലും അവർ നമുക്കൊരു ഉപദ്രവവും നമുക്കൊരു ഉപകാരവും അവർ ചെയ്യുകയില്ല എന്ന് വിശുദ്ധ ഖുർആനിലൂടെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുകയാണ്. 5 നേരത്തെ നമസ്കാരത്തിൽ ഒരു മുസ്ലിം പ്രഖ്യാപിക്കുന്ന ഒരു പ്രഖ്യാപനമുണ്ട്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അല്ലാഹുവേ, ഇയ്യാക നഅ്ബുദു, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, വ ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു നാഥാ. ഇതൊരു മുസ്ലിം 5 നേരത്തെ നമസ്കാരത്തിൽ പ്രഖ്യാപിക്കുകയാണ്. അല്ലാഹുവേ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുകയും നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുകയും ചെയ്യുന്നു. ഇത് ഈ ഒരു സംഭവത്തിലൂടെ അല്ലാഹു മനുഷ്യകുലത്തിന് നൽകുന്ന ഒരു പാഠമാണ്. ജീവിതത്തിൽ ഏത് പ്രയാസമുണ്ടായാലും അത് മാറ്റാൻ അല്ലാഹുവല്ലാത്തൊരു പാവക്കോ, അല്ലാഹുവല്ലാത്തൊരു ബീവിക്കോ, അല്ലാഹുവല്ലാത്തൊരു ജാരത്തിനോ, അല്ലാഹുവല്ലാത്തൊരു ഔലിയക്കോ നിന്റെ പ്രയാസത്തെ മാറ്റാൻ കഴിയില്ല മനുഷ്യ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിച്ചു തരികയാണ്. തീർന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും അല്ലാഹു നമ്മളെ പഠിപ്പിക്കുകയാണ്. വലാ തദ്ഉ മിൻ ദൂനില്ലാഹി മാ ലാ യൻഫഉക വലാ യദുറുക ഫഇൻ ഫഅൽത ഫഇന്നക ഇദൻ മിനൽ ളാലിമീൻ. വലാ തദ്ഉ മിൻ ദൂനില്ലാഹ്, നിന്റെ ജീവിതത്തിൽ എന്ത് തന്നെ പ്രയാസമുണ്ടായാലും, നിന്റെ ജീവിതത്തിൽ എന്തൊക്കെ തന്നെ ബുദ്ധിമുട്ടുണ്ടായാലും, വലാ തദ്ഉ മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിന് പുറമെ ഒരാളെയും നീ വിളിച്ചു പ്രാർത്ഥിക്കരുത്. അല്ലാഹുവിന് പുറമെ നീ ഒരാളോടും സഹായം തേടരുത്. മാലാ യൻഫഉക, അതിന്റെ കാരണം എന്താണെന്ന് അല്ലാഹു തന്നെ പഠിപ്പിച്ചു തരുന്നു. മാലാ യൻഫഉക, നീ പ്രാർത്ഥിക്കുന്ന ഔലിയക്കോ, നീ പ്രാർത്ഥിക്കുന്ന ജാരത്തിൽ കിടക്കുന്നവനോ, നീ പ്രാർത്ഥിക്കുന്ന വിഗ്രഹത്തിനോ, നീ പ്രാർത്ഥിക്കുന്ന ഏത് തന്നെ സൃഷ്ടിയായാലും മാലാ യൻഫഉക, ആ സൃഷ്ടി നിനക്കൊരു ഉപകാരവും ചെയ്യുകയില്ല. വലാ യദുറുക, നിനക്ക് ഒരു ഉപദ്രവവും ആ സൃഷ്ടി ചെയ്യുകയില്ല. എന്നിട്ട് അല്ലാഹു വീണ്ടും പറയുന്ന ഒരു വാചകമുണ്ട്, വളരെ ഗൗരവപൂർവ്വം നമ്മൾ കാണേണ്ട വാചകം. ഫഇൻ ഫഅൽത ഫഇന്നക ഇദൻ മിനൽ ളാലിമീൻ. ഇനി മനുഷ്യ, നീ ഇനിയും അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഫഇന്നക ഇദൻ മിനൽ ളാലിമീൻ, നീ അക്രമികളുടെ കൂട്ടത്തിൽ പെട്ടുപോകും. ഏത് അക്രമം? മഹാനായ ലുഖ്മാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം, ആ ലുഖ്മാൻ നബി സ്വന്തം മകനോട് ഉപദേശിച്ച ചില ഉപദേശങ്ങൾ വിശുദ്ധ ഖുർആൻ നമ്മൾക്ക് എടുത്തുദ്ധരിച്ച് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ആ വാചകങ്ങൾ ഇങ്ങനെയാണ്. ലുഖ്മാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ പൊന്നുമോനോട് പൊന്നുമോനോട് പറയുകയാണ്, യാ ബുനയ്യ, എന്റെ പൊന്നുമോനെ, ലാ തുശ്രിക് ബില്ലാഹ്, എന്റെ പൊന്നുമോൻ അല്ലാഹുവല്ലാത്ത ഒരാളോടും പങ്കു ചേർക്കരുത്. അല്ലാഹുവല്ലാത്ത ഒരാളിലും എന്റെ മോൻ പങ്കു ചേർക്കരുത്. ആ പങ്കു ചേർക്കൽ അത് ദുൽമായി കൊണ്ട് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. അതായത് അല്ലാഹു അല്ലാത്തവരോട് നമ്മൾ പ്രാർത്ഥിച്ചാൽ അത് അല്ലാഹുവിനുള്ള ഇബാദത്താണ്. അതുവഴി നമ്മൾ ശിർക്കിലേക്കാണ് എത്തിപ്പോകുക, ശിർക്കാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിച്ചു തരികയാണ്. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പറയുന്ന വാചകങ്ങൾ നോക്കൂ. ഇദാ സഅലക ഫസ്അലില്ല, അല്ലാഹു റസൂൽ പറയുകയാണ്, നിന്റെ ജീവിതത്തിൽ നീ സഹായം ചോദിക്കുകയാണെങ്കിൽ നീ അല്ലാഹുവിനോട് ചോദിക്ക്. വൈദിസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്, നീ നിന്റെ ജീവിതത്തിൽ സഹായം അഭ്യർത്ഥിക്കുക
പഠിപ്പിക്കുകയാണെങ്കിൽ നിന്നെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന, നിന്റെ ജീവിതത്തിൽ സകല അനുഗ്രഹങ്ങൾ നൽകിയ നിന്റെ രക്ഷിതാവിനോട് ചോദിക്ക് എന്ന് അല്ലാഹുവിന്റെ റസൂൽ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ജീവിതത്തിൽ എന്ത് തന്നെ പ്രയാസങ്ങൾ ഉണ്ടായാലും അല്ലാഹുവോട് മാത്രം പ്രാർത്ഥിക്കുക. നോക്കൂ, നമ്മുടെ ജീവിതത്തിൽ രോഗം നൽകുന്നവനാരാ? നമ്മുടെ കച്ചവടത്തിൽ നഷ്ടം നൽകുന്നവനാരാ സഹോദര? നമ്മുടെ മറ്റുള്ള ജീവിതത്തിന്റെ പ്രയാസങ്ങളിൽ നമ്മളെ പ്രയാസപ്പെടുന്നത് അറിയുന്നവനാരാ? അവൻ അല്ലാഹുവല്ലേ? ആ അല്ലാഹു നൽകിയ പ്രയാസത്തെ, ബുദ്ധിമുട്ടിനെ മാറ്റിത്തരാൻ മറ്റൊരു സൃഷ്ടിക്ക് സാധ്യമാകുമോ? നമ്മുടെ സ്വന്തം ബുദ്ധി കൊണ്ട് നമ്മൾ ചിന്തിക്കുക, അല്ലാഹു എന്റെ ജീവിതത്തിൽ എനിക്കൊരു രോഗമാണ് ഉദ്ദേശിച്ചത്, അല്ലാഹു എന്റെ ജീവിതത്തിൽ എനിക്കൊരു കഷ്ടകാലമാണ് ഉദ്ദേശിച്ചത്, അല്ലാഹു എന്റെ ജീവിതത്തിൽ എന്റെ മകൾക്കൊരു രോഗമാണ് ഉദ്ദേശിച്ചത് എങ്കിൽ അത് അല്ലാഹുവിനല്ലാതെ മാറ്റാൻ മറ്റേതെങ്കിലും ഒരു സൃഷ്ടിക്ക്, മറ്റേതെങ്കിലും ഒരു പടപ്പിന് കഴിയുമെന്ന് ഒരു മുസ്ലിമിന് വിശ്വസിക്കാൻ കഴിയുമോ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ ആയത്തുകളിലൂടെ അല്ലാഹു നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇൻ തദ്ഊഹും ലാ യസ്മഊ ദുആഅകും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് നോക്കൂ, ഇൻ തദ്ഊഹും, നിങ്ങൾ അവരോട് പ്രാർത്ഥിച്ചാൽ, ജാരത്തിൽ കിടക്കുന്നവരോട് നീ പ്രാർത്ഥിച്ചാൽ, ഔലിയയോട് നീ പ്രാർത്ഥിച്ചാൽ, നീ പ്രയാസം അനുഭവപ്പെടുമ്പോ നീ പോകുന്ന വിഗ്രഹത്തോട് നീ പ്രാർത്ഥിച്ചാൽ, ലാ യസ്മഊ ദുആഅകും, നിന്റെ പ്രാർത്ഥന അവർ കേൾക്കുകയില്ല. മനുഷ്യ, നീ അവർ കേൾക്കുമെന്ന് കണ്ടിട്ടല്ലേ നീ അവരോട് പ്രാർത്ഥിക്കുന്നത്, നീ അവരോട് സഹായം ചോദിക്കുന്നത്? എന്നാൽ അല്ലാഹു പറയുകയാണ്, ലാ യസ്മഊ ദുആഅകും, നിന്റെ പ്രാർത്ഥന അവർ കേൾക്കുകയില്ല. ഇനി കേട്ടു എന്നാണ് നീ സങ്കല്പിക്കുന്നതെങ്കിൽ, വലൗ സമിഉ മസ്തജാബൂ ലക്കും, ഇനി കേട്ടു എന്ന് നീ സങ്കല്പിച്ചാൽ തന്നെ മസ്തജാബൂ ലക്കും, നിന്റെ പ്രാർത്ഥനയ്ക്ക് അവർ ഉത്തരം നൽകുകയുമില്ല. ഇതെന്റെ വാചകമല്ല, അല്ലാഹു ഖുർആനിലൂടെ മനുഷ്യനെ പഠിപ്പിക്കുന്ന വാചകം. വിശുദ്ധ ഖുർആനിലെ ആയത്തിലൂടെ ലോക സമൂഹത്തെ അല്ലാഹു ഉത്ബോധിപ്പിക്കുന്ന വാചകം. ലാ യസ്മഊ ദുആഅകും, നിന്റെ പ്രാർത്ഥന അല്ലാഹുവല്ലാത്ത ഒരാളോടും നിനക്ക് കേൾപ്പിക്കാൻ സാധ്യമല്ല. വലൗ സമിഉ, ഇനി കേട്ടാൽ തന്നെ മസ്തജാബൂ ലക്കും, അവർ നിനക്കൊരു ഉത്തരവും ചെയ്യുകയില്ല. മനുഷ്യ, വയൗമൽ ഖിയാമത്തി യഗ്ഫുറൂന ബിശിർകികും, അവിടെയാണ് ഗൗരവമുള്ളത്. വയൗമൽ ഖിയാമത്തി, പരലോകത്ത് മരിച്ച അല്ലാഹുവിന്റെ മുമ്പിൽ എത്തുമ്പോ യഗ്ഫുറൂന ബിശിർകികും, നീ അവരോട് പ്രാർത്ഥിച്ചതിനെ അല്ലാഹു ഇവിടെ പറയുകയാണ്. യഗ്ഫുറൂന ബിശിർകികും, നീ ചെയ്ത ശിർക്കിനെ അല്ലാഹു നിഷേധിക്കും, അവർ നീ പ്രാർത്ഥിച്ച ആളുകൾ നിഷേധിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് ജീവിതത്തിൽ എന്ത് പ്രയാസങ്ങൾ ഉണ്ടായാലും, എന്ത് ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ ഉണ്ടായാലും, എന്ത് നാശം തന്നെ കച്ചവടത്തിൽ ഉണ്ടായാലും, മകൾക്ക് എന്ത് രോഗം കൊണ്ട് മകൾ ബുദ്ധിമുട്ടിയാലും, ജീവിതത്തിൽ എന്ത് തന്നെ പ്രയാസങ്ങൾ അനുഭവപ്പെട്ടാലും അല്ലാഹു മാത്രം മതി എനിക്ക് എന്ന് പറയാനുള്ള ഒരു ആർജവം ഒരു മുസ്ലിമിന് ഉണ്ടാകേണ്ടതുണ്ട്. അവിടെയാണ് യഥാർത്ഥമായ ഈമാൻ നമുക്ക് പൂർണ്ണമാകുന്നത്. അല്ലെ, പലപ്പോഴും നമ്മൾ ആലോചിക്കാതെ, അല്ലെ, പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, ഞാൻ അല്ലാഹുവില്ലാത്ത ഒരാളോടും പ്രാർത്ഥിക്കാറില്ല, ഞാനൊരു ജാരത്തിലേക്കും പോകാറില്ല, ഞാനൊരു ഔലിയയുടെ അടുക്കലും പോകാറില്ല, ഞാൻ അവരോടൊന്നും തന്നെ എന്റെ സഹായാർത്ഥന നടത്താറില്ല, ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ നടത്താറുള്ളൂ എന്ന് പറയുന്ന മനുഷ്യൻ പോലും അറിയാതെ അവന്റെ ജീവിതത്തിൽ അല്ലാഹുവില്ലാത്തവരോട് സഹായം തേടി പോകുകയാണ്. പലപ്പോഴും പല ആളുകളും ഓതുന്ന മങ്കൂസ് മൗലൂദുകൾ, അല്ലെ, ഈ ഒരു മാസം നമുക്കറിയാം മങ്കൂസ് മൗലൂദിന്റെ മാസമാണ്. ആളുകൾ അത് ആവേശത്തോടെ ചെല്ലുന്ന മാസമാണ്. ജനങ്ങൾക്കറിയില്ല അതെന്താണ് അതിലുള്ള അർത്ഥമെന്ന്. ആളുകളോട് ആരൊക്കെയോ ചെല്ലാൻ പറയുന്നത് അവരിങ്ങനെ ആവർത്തിച്ചു ചൊല്ലുന്നു എന്നല്ലാതെ എന്താണ് ഞാൻ പറയുന്നതെന്നും എന്താണ് ഞാൻ എന്റെ നാവിൽ നിന്ന് ഉരുവിടുന്നതെന്നും മനസ്സിലാകാത്ത മനുഷ്യൻ ചെല്ലുന്ന വരികളെ ഒരൊറ്റ വരി മാത്രം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. ഇർതകബതു അലൽ ഖതാ ഗൈറ അസദിൻ വഹദാൻ ലക അശ്കൂ ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. ഇതിന്റെ അർത്ഥം എന്താണ് സഹോദര? ഇർതകബതു അലൽ ഖതാ, പാപമെന്ന വാഹനമിൽ ഞാൻ കയറി. എങ്ങനെ കയറി? ഗൈറ അസദിൻ വഅദദ്, എണ്ണമില്ലാത്ത പാപങ്ങൾ ചെയ്തവനാണ് ഞാൻ. അതുകൊണ്ട് പാപമെന്ന വാഹനത്തിൽ കയറിയവന് ഞാൻ. അതുകൊണ്ട് ലക അശ്കൂ, നബിയെ അങ്ങോട്ട് മാത്രം ഞാൻ എന്റെ വേവലാതി ബോധ്യപ്പെടുത്തുകയാണ്. ലക അശ്കൂ ഫീഹി യാ സയ്യിദി ഖൈറൻ നബി, അല്ലാഹുവിന്റെ റസൂലേ അങ്ങയോട് മാത്രമാണ്
മാത്രമാണ് ഞാൻ എന്റെ ഭയവലാതി പറയുന്നത്, അങ്ങയോട് മാത്രമാണ് ഞാൻ എന്റെ പ്രയാസങ്ങൾ പറയുന്നത് എന്നൊരു മുസ്ലിം അതാ അവന്റെ മങ്കൂസ് മൗലൂദിലൂടെ അവൻ പറയുകയാണ്. എന്നാൽ അള്ളാഹു പറഞ്ഞത് എന്താ? പറയുക നബിയേ, ഖുൽ ഇന്നമാ അദൂ റബ്ബി വലാ ഉശ്രിക് ബിഹി അഹദാ. നബിയേ പറയൂ, ഇന്നമാ അദൂ റബ്ബി, ഞാൻ എന്റെ രക്ഷിതാവിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ എന്ന് ലോകത്തോട് പറ നബിയേ. വലാ ഉശ്രിക് ബിഹി അഹദാ, അവനിൽ ഒരാളെയും തന്നെ ഞാൻ പങ്കു ചേർക്കില്ല നബിയേ എന്ന് ലോകത്തോട് പറ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നബിയോട് പ്രഖ്യാപിക്കാൻ പറയുകയാണ്. പക്ഷെ നമുക്കോ അതറിയാതെ പല ആളുകളും അല്ലാത്തവരോടുള്ള സഹായത്തിന്റെ വരികൾ തേടുകയാണ്. ഇങ്ങനെ എന്തെല്ലാം വരികൾ നമ്മൾ ചെയ്യുന്ന മാലകളിലും നമ്മൾ ചൊല്ലുന്ന മൗലൂദുകളിലും അതല്ലാത്ത ജാറത്തിൽ പോയി ചെയ്യുന്നതും ഇതെല്ലാം അല്ലാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥനയാണ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ലോകത്ത് നമുക്ക് ഇത്രയൊക്കെ അനുഗ്രഹങ്ങൾ നൽകിയ, ലോകത്ത് നമുക്ക് ഇത്രയൊക്കെ സൗഭാഗ്യങ്ങൾ നൽകിയ, ലോകത്ത് ഇതൊക്കെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ആ റബ്ബിനോടല്ലാതെ പ്രാർത്ഥിക്കുന്ന ആ മനുഷ്യനെയാണ് അല്ലാഹു ഇന്നൽ ഇൻസാന ലളൂമുൻ കഫാർ, അല്ലാഹുവിനോട് നന്ദി കെട്ടവനായും അല്ലാഹു പരിചയപ്പെടുത്തുന്ന മനുഷ്യൻ അത്തരത്തിലുള്ള മനുഷ്യനാണ്. അതുകൊണ്ട് ജീവിതത്തിൽ എന്ത് തന്നെ പ്രയാസങ്ങൾ ഉണ്ടായാലും എന്ത് തന്നെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായാലും അല്ലാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്ന ആളുകളായി നമ്മൾ മാറേണ്ടതുണ്ട്. അല്ലേ? പലപ്പോഴും നമ്മൾ നമ്മുടെ കൈകളിൽ നൂല് ബന്ധിക്കുന്നു, പലപ്പോഴും നമ്മൾ നമ്മുടെ അരയിൽ നമ്മൾ എന്തെങ്കിലും കെട്ടുന്നു, അതല്ലെങ്കിൽ നമ്മുടെ കച്ചവടത്തിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ തൂക്കിയിടുന്നു. എന്തിന്? അതിന് എന്റെ ജീവിതത്തിൽ, എന്റെ കച്ചവടത്തിൽ, എന്റെ പ്രയാസത്തിൽ എന്തെങ്കിലുമൊക്കെ ലഘൂകരിച്ചു തരാൻ, എന്തെങ്കിലുമൊക്കെ എളുപ്പമാക്കി തരാൻ കഴിയും എന്നുള്ള വിശ്വാസമാണ് പലപ്പോഴും മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ആളുകൾക്ക് പോലും ഉള്ളത്. എന്നാൽ വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറയുന്ന ഒരു വാചകമുണ്ട്. നമുക്ക് അത് പഠിച്ച ശീലം നമുക്കില്ല. ഖുർആനിന്റെ അർത്ഥം പഠിക്കാൻ നമുക്ക് സമയം കിട്ടിയിട്ടില്ല. അത് പഠിക്കാൻ നമ്മളോട് ആരും ആഹ്വാനം ചെയ്തിട്ടില്ല. നമ്മളോട് മങ്കൂസ് മൗലിദ് പാരായണം ചെയ്യാൻ ആഹ്വാനം ചെയ്തവനും നമ്മളോട് മാല പാരായണം ചെയ്താൻ ആഹ്വാനം ചെയ്തവനും വിശുദ്ധ ഖുർആനിന്റെ അർത്ഥം പഠിക്കണേ, അത് മനസ്സിലാക്കണേ എന്ന് നമ്മളോട് പഠിപ്പിച്ചു തന്നിട്ടില്ല. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഒരു വാചകമുണ്ട്, ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാനാ വ അലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ. നമുക്കൊന്നും തന്നെ ബാധിക്കുകയില്ല. നബിയെ പറയൂ, നമുക്കൊന്നും തന്നെ ബാധിക്കുകയില്ല. ഇല്ലാ മാ കതബല്ലാഹു ലനാ, അല്ലാഹുവിന്റെ ജീവിതത്തിൽ എന്താണോ വിധിച്ചത്, അല്ലാഹുവിന്റെ ജീവിതത്തിൽ എന്താണോ നിയമിച്ചത്, അല്ലാഹുവിന്റെ ജീവിതത്തിൽ എന്താണോ കരുതിയത്, അതല്ലാത്ത ഒന്നും തന്നെ എന്റെ ജീവിതത്തിൽ സംഭവിക്കുകയില്ല. ഞാൻ ഈ നൂല് കെട്ടിയാൽ ഈ നൂലിനൊരു പ്രയാസത്തെയും തടുക്കാൻ കഴിയില്ല. ഞാൻ ഈ ഉറുക്ക് കെട്ടിയാൽ ഈ ഉറുക്കിന് അല്ലാഹ് എന്റെ ജീവിതത്തിൽ നൽകിയ പ്രയാസത്തെ മാറ്റാൻ കഴിയില്ല എന്ന് പ്രഖ്യാപിക്കാൻ അല്ലാഹു ഖുർആനിലൂടെ പറയുകയാണ്. ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാനാ വ അലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ. മുഅ്മിനുകളായ ആളുകൾ അവർ അല്ലാഹുവിൽ ഭരമേൽപ്പിക്കുന്ന ആളുകളാണ് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു നമ്മളെ പഠിപ്പിക്കുകയാണ്. നോക്കൂ, അതുകൊണ്ട് ജീവിതത്തിൽ എന്ത് പ്രയാസങ്ങൾ ഉണ്ടായാലും, എന്ത് തന്നെ ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ ഉണ്ടായാലും, സഹിക്കാൻ പറ്റാത്ത പ്രയാസങ്ങൾ ഉണ്ടായാലും, ഒന്നിനു മേലെ മറ്റൊന്നായി അതിങ്ങനെ കടന്നു വന്നാലും ആവർത്തിച്ചാലും പറയേണ്ട വാചകം ഹസ്ബിയല്ലാഹ്, 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 എനിക്കെന്റെ റബ്ബ് മതി, എനിക്കെന്റെ റബ്ബ് മതി, എനിക്കെന്റെ റബ്ബ് മതി എന്ന് പറയാൻ അതിന് നമ്മളെ കൊണ്ട് സാധിക്കേണ്ടതുണ്ട്. ജീവിതത്തിന്റെ എന്ത് പ്രയാസമുണ്ടായാലും അത് നൽകിയവൻ എന്റെ റബ്ബാണ്, അതുകൊണ്ട് അത് മാറ്റാൻ എന്റെ റബ്ബിന് മാത്രമേ കഴിയൂ എന്നുള്ള പ്രഖ്യാപിക്കാൻ നമ്മളൊക്കെ എപ്പോൾ സാധിക്കുന്നുവോ അന്നാണ് നമ്മുടെ യഥാർത്ഥമായ വിശ്വാസം അത് നമ്മുടെ കൈകളിലേക്ക് വരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു. എന്തിനധികം 5 നേരത്തെ നമസ്കാരത്തിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ നമ്മൾ പ്രഖ്യാപിക്കുന്ന ഒരു പ്രഖ്യാപനമുണ്ട്. എന്താണത്? അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅതിയ ലിമാ മനിഅത. എന്താണ് അതിന്റെ അർത്ഥം? അല്ലാഹുമ്മ ലാ മാനിഅ
മാനിഅ ലിമാ അഅതൈത്. അല്ലാഹുവേ, നീ നൽകിയതിനെ തടയാൻ ഒരാളില്ല നാഥാ. നീ എന്റെ ജീവിതത്തിൽ പ്രയാസമാണ് നൽകിയതെങ്കിൽ അതിനെ തടുക്കാൻ ലോകത്ത് ഒന്നിനും തന്നെ സാധ്യമല്ല. വലാ മുഅതിയ ലിമാ മനഅത്. എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു നന്മ നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ അതിനെ പിടിച്ചു വെക്കാൻ, അതിനെ തടഞ്ഞു നിർത്താൻ ലോകത്ത് ഒന്നിനും തന്നെ സാധ്യമല്ല എന്നുള്ള പ്രഖ്യാപനവുമായിട്ടാണ് മുസ്ലിമേ 5 നേരത്തെ നമസ്കാരത്തിന്റെ ശേഷവും നമ്മൾ പിരിഞ്ഞു പോകുന്നത്. ഇത് പറയുന്ന ഒരു മുസ്ലിമിന് എങ്ങനെ നൂലുബന്ധിക്കാൻ കഴിയും? ഇത് പറയുന്ന ഒരു മുസ്ലിമിന് എങ്ങനെ അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ കഴിയും? ഇത് പറയുന്ന ഒരു മുസ്ലിമിന് അല്ലാത്തവരോടുള്ള പ്രാർത്ഥനയുള്ള വരികളുള്ള മൗലൂദ് പാരായണം എങ്ങനെ ഒരു മുസ്ലിമിന് ചെയ്യാൻ കഴിയും? ഇവിടെയാണ് നമുക്ക് പഠിക്കാനും നമുക്ക് മനസ്സിലാക്കാനും ഉള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനോട് പറയുന്നൊരു പ്രയോഗമുണ്ട്. ഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവതദ് ദാഇ ഇദാ ദഅാൻ. ഇദാ സഅലക ഇബാദി, എന്റെ അടിമകൾ നബിയെ അവർ അല്ലാഹുവിനെ കുറിച്ച് ചോദിച്ചാൽ പറയൂ, ഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്, ഞാനാണ് അവർക്ക് ഏറ്റവും അടുത്തുള്ളവനെന്ന് പറയൂ നബിയെ. അവന്റെ ജീവിതത്തിലെ എന്ത് പ്രയാസമുണ്ടാകുമ്പോഴും അവന്റെ മനസ്സ് എന്തൊന്ന് പെറുപെറുക്കുമ്പോഴും അതറിയുന്നവൻ ഞാനാണ് നബിയെ. അതുകൊണ്ട് ഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്, എന്റെ അടിമ എന്നെ കുറിച്ച് ചോദിക്കുമ്പോ പറ നബിയെ, അന്നി ഫഇന്നി ഖരീബ്, ഞാനാണ് അവന്റെ ഏറ്റവും അടുത്തുള്ളവനെന്ന് പറയ നബിയെ. ഉജീബു ദഅവതദ് ദാഇ ഇദാ ദഅാനി, പ്രാർത്ഥിക്കുന്നവന് ഉത്തരം നൽകാൻ അതിന് ഞാനുണ്ട് എന്ന് പറ നബിയെ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പ്രഖ്യാപിക്കാൻ വേണ്ടി പറയുകയാണ്, എന്ത് പ്രയാസങ്ങൾ ഉണ്ടായാലും അല്ലാഹുവിനോട് ആദ്യമായി നമ്മൾ പറയുക. എന്ത് തന്നെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായാലും, നമ്മൾ രോഗത്തിന് ചികിത്സ തേടുമ്പോഴും നമ്മൾ രോഗത്തിന് മറ്റുള്ള ശുശ്രൂഷകൾ തേടുമ്പോഴും എല്ലാം അല്ലാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കുക. കാരണം നമ്മുടെ ഈ ഒരു ശുശ്രൂഷയും നമ്മുടെ ഈ ഒരു ചികിത്സയും നമ്മുടെ ഈ ഒരു ഓപ്പറേഷനും എല്ലാം അത് സുഖപ്പെടുത്തി തരേണ്ടവൻ അത് ലോകത്തിന്റെ സൃഷ്ടാവാണ് എന്നുള്ള യഥാർത്ഥമായ ബോധം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുക. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യകുലത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, വല്ലാത്തൊരു ചോദ്യം. അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹു, അല്ലാഹുവിന്റെ അടിമക്ക് അല്ലാ പോരെ? അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹു, അല്ലാഹുവിന്റെ അടിമക്ക് അല്ലാ പോരെ? ജീവിതത്തിൽ ഇന്ന അനുഗ്രഹങ്ങളൊക്കെ അവന് ചെയ്തു കൊടുത്തിട്ട്, ജീവിതത്തിൽ ഇത്രയൊക്കെ സൗഭാഗ്യം അവന് ചെയ്തു കൊടുത്തിട്ട് ഒരു പ്രയാസം ഉണ്ടാകുമ്പോഴത്തേക്ക് അല്ലാ എല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്ന മനുഷ്യനോട് അല്ലാ ചോദിക്കുന്ന ചോദ്യമുണ്ട്, അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹു, അല്ലാഹുവിന്റെ അടിമക്ക് അല്ലാ പോരെ? അല്ലാഹുവിന്റെ അടിമക്ക് അല്ലാ പോരെ? അവന്റെ പ്രയാസത്തെ മാറ്റിക്കൊടുക്കാൻ, അവന്റെ പ്രയാസത്തെ തടുക്കാൻ അവനിക്ക് അല്ലാ പോരെ? അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹു, അല്ലാഹുവിന്റെ അടിമക്ക് അല്ലാ പോരെ? ഈ ഒരു ചോദ്യത്തിന്, അല്ലാഹുവിന്റെ ഈ ഒരു ചോദ്യത്തിന് ഹസ്ബി അല്ലാഹ്, എനിക്കെന്റെ റബ്ബ് മതി, ഹസ്ബി അല്ലാഹ്, എനിക്കെന്റെ റബ്ബ് മതി, ഫല്യതവക്കലിൽ മുതവക്കിലൂൻ, വരമേൽപ്പിക്കുന്നവൻ അവരിൽ വരമേൽപ്പിച്ചു കൊള്ളട്ടെ എന്നുള്ള വിശുദ്ധ ഖുർആനിന്റെ ആയത്താണ് മുസ്ലിമെ നമുക്ക് ചേർത്ത് പിടിക്കാനുള്ളത്. അതുകൊണ്ട് ദീനിനെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. നമ്മൾ പഠിക്കേണ്ടത് ദീനിനെ മറ്റുള്ള ആളുകളിൽ നിന്നല്ല, അള്ളാഹുവിന്റെ ഖുർആൻ നമ്മളോട് എന്ത് പറയുന്നു എന്ന് പഠിക്കാൻ ജീവിതത്തിൽ നമുക്ക് അവസരം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള അവസരങ്ങൾ നമുക്ക് നൽകുന്നത് അത് പഠിക്കാനും അത് ചിന്തിക്കുവാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ജീവിതത്തിൽ അള്ളാഹുവോട് മാത്രം പ്രാർത്ഥിക്കുന്ന, അവനോട് മാത്രം പരമേൽപ്പിക്കുന്ന, ജീവിതത്തിൽ എന്ത് ബുദ്ധിമുട്ടുകൾ ഉണ്ടായാലും അവനോട് പറയുന്ന, ഒരു ജാരത്തിൽ പോകാത്ത, ഒരു ഔലിയയുടെ അടുത്തും പോകാത്ത, ഒരു നൂലും ബന്ധിക്കാത്ത യഥാർത്ഥമായ ഒരു മുവാഹിദായി ജീവിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കേണ്ടതുണ്ട്. ശിർക്കിന്റെ ഗൗരവത്തെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ ഗൗരവമായാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നത്. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്രിക ബിഹി, അല്ലാഹു ഒരിക്കലും തന്നെ പൊറുക്കാത്ത പാപം അല്ലാഹു പറയുകയാണ്. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്രിക ബിഹി, അല്ലാഹുവിൽ പങ്കു ചേർക്കുന്നത് അല്ലാഹു ഒരിക്കലും പൊറുക്കാത്ത പാപമാണ്. വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ, അതിന്റെ പുറമേ ഉള്ളതെല്ലാം അല്ലാഹു ഉദ്ദേശിക്കുന്നുവെങ്കിൽ അല്ലാഹു മനുഷ്യ നിനക്ക് പുറത്തു തരും. എന്നിട്ട് അല്ലാഹു പറയുകയാണ്, വമൻ യുശ്രിക ബില്ലാഹി ഫഖദ്
ഫഖദ് ഇഫ്തറാ ഇസ്മൻ അളീമാ. ആരെങ്കിലും അല്ലാഹുവിൽ പങ്കു ചേർത്താൽ, അല്ലാഹുവോട് പ്രാർത്ഥിക്കേണ്ടത് മറ്റാരോടെങ്കിലും പ്രാർത്ഥിച്ചാൽ, അല്ലാഹുവിൽ വരമേൽപ്പിക്കേണ്ടത് മറ്റാരെങ്കിലും വരമേൽപ്പിച്ചാൽ, അല്ലാഹുവോട് ചോദിക്കേണ്ടത് മറ്റാരോടെങ്കിലും ചോദിച്ചാൽ, ഫഖദ് ഇഫ്തറാ ഇസ്മൻ അളീമാ, അവൻ മഹത്തരമായ ഒരു വൻ പാപം ചെയ്തവനാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. നോക്കൂ, ജീവിതത്തിൽ നമ്മൾ എന്ത് അധർമ്മം പ്രവർത്തിച്ചാലും, എന്ത് തന്നെ തിന്മകൾ ജീവിതത്തിൽ പ്രവർത്തിച്ചാലും, ഏത് കള്ളുകുടിയായാലും, ഏത് തോന്നിവാസിയായാലും, ഒരു പ്രാവശ്യം അല്ലാഹുവിനോട് ഒന്ന് കണ്ണു നിറഞ്ഞ് പ്രാർത്ഥിച്ചാൽ അല്ലാഹു അത് പുറത്തു തരുമെന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പഠിപ്പിക്കുകയാണ്. എന്നാൽ അല്ലാഹു പറയുന്നത്, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്രിക ബിഹി, അല്ലാഹുവിൽ നീ പങ്കു ചേർത്ത് കഴിഞ്ഞാൽ അല്ലാഹു അതൊരിക്കലും തന്നെ പൊറുക്കുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുമ്പോൾ ശിർക്കിന്റെ ഗൗരവത്തെ നമ്മൾ എത്രത്തോളം ഗൗരവത്തോടുകൂടെ കാണേണ്ടതുണ്ട്. അതുകൊണ്ട് ജീവിതത്തിൽ നമ്മൾ പഠിക്കുക, നമ്മൾ നിഷ്പക്ഷരായി ചിന്തിക്കുക, അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് പഠിക്കാൻ നമ്മൾ സന്നിഹിതരാകുക. ഇതൊക്കെ ഒരു പക്ഷേ ഇത്തരത്തിലുള്ള വേദികളിൽ നിന്ന് മാത്രം നമുക്ക് കേൾക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും. ഇത്തരത്തിലുള്ള ആയത്തുകളൊന്നും നമ്മൾ മറ്റുള്ള വേദികളിൽ നിന്ന് കേട്ടിട്ടില്ല. അവിടെ നമ്മൾ കേട്ടത് മറ്റുള്ള ഔലിയുടെ കറാമത്താണ്, അവിടെ നമ്മൾ കേട്ടത് മറ്റുള്ള ബാബയുടെ കറാമത്താണ്. എന്തിന്? അവിടേക്ക് നമ്മളെ ശ്രദ്ധ ആകർഷിക്കാൻ, അവിടേക്ക് നമ്മളെ കൊണ്ടുപോകാൻ. എന്നാൽ അല്ലാഹു വിളിക്കുന്നു അള്ളാഹുവിലേക്ക് മടങ്ങാൻ. അതുകൊണ്ട് ജീവിതത്തിന്റെ എന്ത് പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോഴും അള്ളാഹുവോട് മാത്രം പ്രാർത്ഥിക്കുന്ന, തവക്കുലാക്കുന്ന യഥാർത്ഥമായ ഒരു മുഅ്മിനുകളായി നമ്മൾ മാറുക. എല്ലാം നമ്മൾ കേൾക്കുക, ആരോടും വ്യക്തിവൈരാഗ്യം നമുക്കില്ല. നമുക്ക് നമ്മുടെ പരലോകമാണ് നമുക്ക് നന്നാക്കാനുള്ളത്. നമ്മുടെ ഖബറിൽ നമ്മുടെ കൂടെ കിടക്കുന്നവനോ, നമ്മുടെ പ്രോഗ്രാമിന് പോകണ്ട എന്ന് പറഞ്ഞവനോ, അതിൽ നിന്ന് തടഞ്ഞു നിന്നവനോ, നീ അത് ചെയ്തോ എന്ന് പറഞ്ഞവനോ ഒരാളും തന്നെ നമ്മുടെ കൂടെ ഉണ്ടാവുകയില്ല എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് നോക്കൂ, അല്ലദീന യസ്തമിഊനൽ ഖൗല വയത്തബിഊന അഹ്സൻ. അല്ലദീന യസ്തമിഊനൽ ഖൗല, വാക്കുകളെല്ലാം കേൾക്കുകയും, വയത്തബിഊന അഹ്സന, എന്നിട്ട് അതിൽ ഏറ്റവും നല്ലത് ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് അത് പിൻപറ്റുകയും ചെയ്യുന്ന ആളുകളാരോ? വിശുദ്ധ ഖുർആൻ പറയുകയാണ്, ഉലൈകല്ലദീന ഹദാഹുമുല്ലാഹ്, അവർക്കാണ് അല്ലാഹു മാർഗനിർദ്ദേശം നൽകുന്നത്. ഞാൻ ഇതേ ചെയ്യൂ, എന്നോട് എന്ത് പറഞ്ഞാലും ഞാൻ ഇത് മാത്രമേ ചെയ്യൂ എന്ന് പറയുന്ന മനുഷ്യരല്ല അല്ലാഹു ഹിദായത്ത് നൽകുന്നത്. അല്ലാഹു പറയുകയാണ്, എല്ലാം കേൾക്കുകയും അതിൽ നല്ലതേത് എന്ന് എനിക്ക് തോന്നിയാൽ അത് ഞാൻ പിൻപറ്റുമെന്ന് പ്രഖ്യാപിക്കുന്ന ഒരു മുസ്ലിമിന്, അവനിക്കാണ് അല്ലാഹു ഹിദായത്ത് നൽകുന്നത്. വഉലൈക ഹും ഉലുൽ അൽബാബ്, അവരാണ് യഥാർത്ഥമായ ബുദ്ധിമാന്മാർ എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ജീവിതത്തിന്റെ പ്രയാസങ്ങളും ജീവിതത്തിന്റെ ബുദ്ധിമുട്ടുകളും ഈ ജീവിതത്തിലെ എല്ലാ അനുഗ്രഹങ്ങളും ഈ ജീവിതത്തിലെ എല്ലാ സൗഭാഗ്യങ്ങളും നൽകിയ ആ സൃഷ്ടാവിനോട് നമ്മൾ പറയുക, അവന് നമ്മൾ നന്ദി ചെയ്യുക, അള്ളാഹുവിൽ കടപ്പെട്ട ആളുകളായി നമ്മൾ മാറുക. രാത്രിയുടെ അന്ത്യാമങ്ങളിൽ എഴുന്നേറ്റിരുന്ന് ആ റബ്ബിനോട് നമ്മൾ പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന തള്ളിക്കളയുകയില്ല എന്ന് അല്ലാഹുവിന്റെ റസൂൽ നമ്മളെ പഠിപ്പിക്കുകയാണ്. രാത്രിയുടെ അന്ത്യാമങ്ങളിൽ ഒരുത്തൻ എഴുന്നേറ്റിരുന്നിട്ട് അള്ളാഹുവിന്റെ മുമ്പിൽ കൈനീട്ടി പ്രാർത്ഥിക്കുന്ന ആ ഒരു പ്രാർത്ഥന അള്ളാഹു തിരസ്കരിക്കുകയില്ല എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ജീവിതത്തിൽ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുക. ഇതാരോടോ വിദ്വേഷമുള്ളതായിട്ട് പറയുകയില്ല. നമ്മളൊക്കെ നമ്മുടെ പാരത്രിക ജീവിതത്തിലേക്ക് പോകേണ്ടവരാണ്. നമുക്ക് മഹ്ശറുണ്ട്, നമുക്ക് ഹിസാബുണ്ട്, നമുക്ക് അവിടെ നമ്മൾ ഒറ്റയായി പോകേണ്ടവരാണ്. നമ്മുടെ കൂടെ ആരും ഉണ്ടാകുകയില്ല. എന്റെ കൂടെ എന്നെ താല്പര്യപ്പെടുത്തിയവനും എന്നെ പിടിച്ചു നിർത്തിയവനും എന്നോടത് ചെയ്യരുത് എന്ന് പറഞ്ഞവനും എന്നോടതിന് പോകണ്ട എന്ന് പറഞ്ഞവനും അവൻ ആരും തന്നെ ഇല്ലാത്തൊരു ദിവസം നമ്മുടെ ജീവിതത്തിൽ വരാനുണ്ട് എന്നുള്ള യഥാർത്ഥമായ ഒരു ബോധത്തോടുകൂടെ നല്ലതിനെ കേൾക്കുകയും അതിൽ നല്ലതിന് പിൻപറ്റുകയും ചെയ്യാൻ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അഹോരാത്രം പരിശ്രമിക്കുകയും അതിനുവേണ്ടി അള്ളാഹുവോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക. അങ്ങനെ പ്രാർത്ഥിച്ചാൽ യഥാർത്ഥമായ തൗഹീദിലേക്ക്, യഥാർത്ഥമായ ഹിദായത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും. അങ്ങനെ എത്തിച്ചേരുന്ന യഥാർത്ഥമായ ഭാഗ്യവാന്മാരിൽ മുഅ്മിനുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിന്റെ ഏത് തന്നെ പ്രയാസങ്ങൾ ഉണ്ടായാലും അള്ളാഹുവോട് മാത്രം പ്രാർത്ഥിച്ച് അവനിൽ തവക്കുൽ അർപ്പിച്ച് അവനോട് കരഞ്ഞു പറയുന്ന യഥാർത്ഥമായ മുവഹിദുകളിൽ അള്ളാഹു നമ്മൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഒരുമിച്ച് കൂടിയതുപോലെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു നമ്മളേവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ ഒരുപാട് പേർ രോഗം കൊണ്ടും മറ്റു ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകളുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ രോഗങ്ങളും പ്രയാസങ്ങളും എല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ലഘൂകരിച്ചു കൊടുക്കുമാറാകട്ടെ. അല്ലാഹുമ്മ അഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ്
قاضي الحاجات اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا تقبل دعاءنا وصيامنا وسجودنا وكل أعمال يا رب العالمين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين وصلى الله على نبينا محمد والحمد لله رب العالمين السلام عليكم ورحمة الله. അസ്സലാമു അലൈക്കും. സഹോദരന്മാരെ, അനസ് മൗലവി ഉടനെ തന്നെ എത്തിച്ചേരുന്നതാണ്. മഗ്രിബ് നമസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ പരിപാടി തുടങ്ങുകയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും നമസ്കാരം കഴിഞ്ഞ ഉടനെ ഗ്രൗണ്ടിലേക്ക് തിരിച്ചെത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കൂടാതെ LCD ക്ലിപ്പിംഗ് സഹിതമാണ് നമ്മുടെ പ്രോഗ്രാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.